നാം ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇത് റെക്കോർഡിലുള്ള ഭാഗമാണ്. നിങ്ങൾ സംശയം ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉണർത്തിയാൽ ആ ഭാഗം റെക്കോർഡിൽ നിന്ന് ഒഴിവാക്കാം. നമ്മള് സന്തോഷമുള്ളൊരു ജീവിതം, അതാണ് സത്യത്തിൽ വിശ്വാസിയുടെ ജീവിതം. ഈമാൻ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ, മഹാത്മാക്കൾ, അവരെ പരാമർശിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ശൈലിയാണ് അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ഭയവും ദുഃഖവും നൽകുന്നില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസവും തഖ്വയുള്ളവർ, അവർക്ക് ഉള്ള സവിശേഷതയാണ് ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലെ ജീവിതത്തിലും പരലോക ജീവിതത്തിലും അവർക്ക് പരമസന്തോഷമാണ്. അൽ ബുശ്റ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന പദപ്രയോഗത്തിലെ ഏറ്റവും ടോപ്പ് മീനിങ് ഉള്ള വേർഡാണ് അൽ ബുശ്റ. അത് മുഅ്മിനീങ്ങൾക്കുണ്ട് എന്നാണ്, പരമസന്തോഷമുണ്ട് എന്നാണ് പ്രയോഗിച്ചത്. ഇതിന് അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പിലുള്ള ആയത്ത് അതിന്റെ കാരണം മനസ്സിലാക്കി തരുന്നത്. ലാ തബ്ദീല ലി കലിമാത്തില്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്കാണ്. അപ്പൊ വലിയ ഒരു അപകടം സംഭവിച്ചു, എല്ലാവരുടെയും കരളലിയിപ്പിക്കുന്ന അപകടം. ആ അപകടം സംഭവിച്ചാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ടതില്ല. ഇനി ഉള്ള ജീവിതം എവിടെയെങ്കിലും താറുമാറാക്കേണ്ടതുണ്ടോ? ഇല്ല, മുന്നോട്ട് പോകാം. കാരണം ഈ പ്രപഞ്ചത്തിൽ ഞാൻ എന്നെ സൃഷ്ടിച്ചിട്ടില്ല. എനിക്കാവശ്യമുള്ള വെളിച്ചം സൂര്യനിൽ നിന്നാണ് ലഭിക്കുന്നത്. സൂര്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എനിക്കാവശ്യമുള്ള വെള്ളം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. ആ ഭൂമിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ തുടങ്ങി എല്ലായിടത്തും നോക്കുമ്പോൾ അത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഞാനല്ലെങ്കിൽ പിന്നെ ആ പരിപാലിക്കുന്നവൻ ആരോ അവർക്ക് ആ ഒരു ശക്തിക്ക് പറയുന്നതാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. ഇതാണ് സന്തോഷത്തിന്റെ നിമിത്തം. അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ള സമയം, ഇപ്പോൾ ഞാൻ ഉണ്ടോ, ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അത് കാരണത്താൽ മാത്രം സന്തോഷിക്കാൻ അർഹനാണ്. അവിടെ ഒരുപാട് ദുഃഖിക്കാൻ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്ക് സന്തോഷിക്കാനുള്ള കാരണം അപ്പോഴും അവൈലബിൾ ആണ്, അപ്പോഴും ഉണ്ട്. ആ കാരണത്താൽ സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. അതാണ് അതിന് പറയുന്ന പ്രയോഗം. അതിനുള്ള ആ വിശ്വാസത്തിലേക്കുള്ള ട്രിഗർ, അതിനുള്ള മുഹർരിക്, അതിന്റെ പ്രേരക ശക്തി, അതിന്റെ മോട്ടീവ്. ലാ തബ്ദീല ലി കലിമാത്തില്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് നമ്മളായിട്ടൊരു മാറ്റവും വരുത്താനുള്ള യാതൊരു ചാൻസും ഇല്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, ഈ വിശ്വാസധാരയാണ് ഏറ്റവും വലിയ വിജയം. ഒരു അപകടം പറ്റിയാൽ ഒരു സത്യവിശ്വാസി പറയുന്ന പ്രയോഗം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഇന്നാ ലില്ലാഹി, നമ്മൾ മൊത്തത്തിൽ അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. എല്ലാ മനുഷ്യരും മടങ്ങും. ഈ പ്രപഞ്ചമാകത്തുക എല്ലാം മടങ്ങും, എല്ലാം ഒടുങ്ങും. പിന്നെ എന്റെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നതിന്റെ പേരിൽ ഞാൻ ദുഃഖിച്ചിരുന്നിട്ട് വല്ല ഫലമുണ്ടോ? ഇല്ല. ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് പ്രോത്സാഹനജനകമാണോ? അല്ല. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന പ്രയോഗമാണ് ഇന്നാലില്ല, നമ്മൾ അള്ളാഹുവിനുള്ളതാണ്, മൊത്തത്തിൽ അള്ളാഹുവിനുള്ളതാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ടതോ, എന്റെ കയ്യോ, എന്റെ കാലോ, എന്റെ വീടോ, എന്റെ സ്വത്തോ, എന്റെ മക്കളോ, എന്റെ കുടുംബമോ, അങ്ങനെ വല്ലവും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പരാതി പറയാൻ ഇടമുണ്ടോ? പരാതി ഒന്നും പറയേണ്ട ഇടമല്ല. ലൈഫ്, നിങ്ങളുടെ ലൈഫ് ബാക്കിയുണ്ടോ? ആ ബാക്കിയുള്ള ലൈഫ് മുന്നോട്ട് പോവുക. ശ്വസനുണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഉണ്ട് എന്നതിന് സന്തോഷം. അങ്ങനെ തുടങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. അതാണ് ആ ജീവിതത്തെ കുറിച്ച് പറയുന്ന പ്രയോഗമാണ് ദാലിക ഹുവൽ ഫൗസുൽ അദീം. അതാണ് മഹത്തായ വിജയം. അതാണ് അൽ ഫൗസുൽ അദീം, മഹത്തായ വിജയം. അതാണ് ഈ ആശയം. ഇത് സാധൂകരിക്കുന്ന ഒരു പരിശീലന കളരി കൂടിയാണ് സത്യത്തിൽ നാം പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഈ പ്രോഗ്രാം. ഇവിടെ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും എന്ന ആശയം
അത് മനഃശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ, ഇസ്ലാമിക ആദർശത്തിന്റെ പിൻബലത്തോടെ, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നമുക്ക് ആ വിഷയം വിലയിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ പ്രോഗ്രാമിൽ വരുമ്പോഴുള്ള ശൈലി എന്താണ്? ഓരോരുത്തരും അവരവരുടെ റിയൽ ലൈഫിലെ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നു, പരിഹാരങ്ങൾ ഒന്നിച്ചിരുന്ന് അനുഭവിക്കുന്നു, ആ പരിഹാരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു, ആ പരിഹാരങ്ങളെ നാം വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്നു, അതിനെ പുഷ്പിച്ചെടുക്കുന്നു, അതിനെ ചെടിയാക്കി വൃക്ഷമാക്കി വലിയ പൂന്തോട്ടമാക്കി നാം വളർത്തുന്നു. അതാണ് ഹാപ്പി സോൺ. ആ ഹാപ്പി സോണിന്റെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്, ഒരു സംരംഭമാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. ജീവിതം പരിപോഷിപ്പിക്കാനുള്ള പരിശീലനം. അതിലെ ലേഡീസ് സെഷനാണ് ഇപ്പൊ നടക്കുന്നത്. ഒരുപാട് സുമനസ്സുകൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരുപാട് പേര് ഒരുപാട് ജീവിത സന്തോഷങ്ങൾ കൊയ്തെടുക്കുന്നു. സന്തോഷിക്കുന്നത് തന്നെ ചിലര് കുറഞ്ഞ സന്തോഷം ആഗ്രഹിക്കുന്നവര് കുറച്ച് ഉപയോഗിക്കുന്നു, കുറേ സന്തോഷം ആഗ്രഹിക്കുന്നവർ കുറേ ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് അറിവ് പ്രയോഗവൽക്കരിക്കാനുള്ള നല്ലൊരു വേദിയാണ്. എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു കുടുംബ ജീവിതം ആരോഗ്യമുള്ളതാക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച്. അതിൽ ചെറിയ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഒരു ആരോഗ്യമുള്ള കുടുംബജീവിതം എങ്ങനെ നയിക്കാം, അതിലുണ്ടാകേണ്ട ഒന്ന് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സമീകൃതമായ ഭക്ഷണം കഴിക്കുക, ആവശ്യമായ എല്ലാ ഭാഗങ്ങളും ചേർത്ത് ഭക്ഷണം കഴിക്കുക. ചിലരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലത് മാത്രം, ചില ഐറ്റംസ് മാത്രം. ഇപ്പൊ ഈ അടുത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഇറച്ചി മാത്രം കഴിക്കുന്നവർ, ഫ്രൂട്ടോ അല്ലെങ്കിൽ മറ്റു വെജിറ്റബിൾ തീരെ കഴിക്കാത്തവർ ഒരു വീട്ടുകാർ. അപകടമാണ് അത്, വളരെ അപകടം പിടിച്ചതാണ് ആ പ്രവണത. ഇനി തീരെ മാംസം ഉൾപ്പെടാതിരിക്കുന്നതും അപകടമാണ്, അതും ശരീരത്തിൽ ആവശ്യമുള്ളതാണ്. അപ്പൊ അത് സമീകൃതമായി ഉൾപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം, അത് തന്നെ വ്യത്യസ്തതയുള്ളത് ഉൾക്കൊള്ളിക്കുക. ഇടയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാം, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആക്കാം. അതുപോലെ പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. മുട്ട, മത്സ്യം, ഇറച്ചി, അങ്ങനെയുള്ള ഐറ്റംസ് തയ്യാറാക്കുക. പിന്നെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ ലഭിക്കണം. അരി, അതുപോലെ ഗോതമ്പ്, ഓട്സ്, ഇത്തരം സംഗതികളൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ്, അത് ആവശ്യത്തിന് ലഭിക്കണം. പക്ഷെ അത് മാത്രമായി പോകരുത്. ഫാറ്റ്സ്, അതായത് ശരീരത്തിന് ആവശ്യമായ ഓയിലുകൾ, ഒലീവ് ഓയിൽ നല്ലതാണ്, അതുപോലെ ധാന്യങ്ങൾ നല്ലതാണ്, നട്ട്സുകൾ നല്ലതാണ്. ഇത്തരം സംഗതികളൊക്കെ ആവശ്യത്തിന് ശരീരത്തിന് വരണം. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. പിന്നൊന്ന് ടൈം ക്രമീകരിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് കൃത്യമായ ഒരു സമയം ഉണ്ടായിരിക്കുക. പിന്നെ സ്നാക്സുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം അത് ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലാവുക, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാവുക. ഡിന്നർ വൈകാതെ കഴിക്കുക, നാസ്ത നേരത്തെ കഴിക്കുക, ആവശ്യമായ വെള്ളം കുടിക്കുക, ശാരീരികമായുള്ള എക്സസൈസുകൾ, ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ രാവിലെ നടക്കുക, ഫിറ്റ്നസിന് വേണ്ടി
എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതിന് പകരം നമ്മുടെ ബോഡി ടൈപ്പ് എന്താണ്, നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്താണ്, എക്സസ് വെയിറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ് നല്ലത്, വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അതൊക്കെ അത്തരം ആൾക്കാരോട് ചോദിച്ചു അന്വേഷിച്ചിട്ടും ചെയ്യുക. പിന്നെ കൂട്ടമായിട്ട് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു റൊട്ടീൻ സ്ഥാപിക്കാവുന്നതാണ്. മാനസികമായ ആരോഗ്യത്തിന് ആവശ്യമായ ആക്ടിവിറ്റീസുകൾ ഉണ്ടാവുക. ഒന്നിച്ച് ഒരു ഔട്ടിന് പോവുക, ഇടയ്ക്ക് കുടുംബം ഒന്നിച്ച് കളികളിൽ ഹോബികളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ നല്ല ആത്മീയമായ സദസ്സുകൾ കുടുംബം ഒന്നിച്ച് സംഘടിപ്പിക്കുക, നല്ല റിലാക്സേഷനുകളായ ആസ്വാദ്യകരമായ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, കൃത്യമായി ഉറക്കം ലഭിക്കുക, മെഡിറ്റേഷൻ പോസിബിൾ ആണെങ്കിൽ മെഡിറ്റേഷൻ ഉപയോഗപ്പെടുത്തുക, സ്ട്രെസ് ഒഴിവാക്കാൻ ആവശ്യമായ ആക്ടിവിറ്റീസുകൾ ഉപയോഗിക്കുക. അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം സംഭാഷണം നടത്തുന്നത് പതിവാക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പരസ്പരം പിന്തുണ നൽകുക, മാതാവും പിതാവും മക്കളും രക്ഷിതാക്കളും ഒക്കെ തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുക, ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ പ്രാക്ടീസുകൾ ചെയ്യുക, നല്ല ശുചിത്വമുള്ള ജീവിത പരിസരം, വീടും പരിസരവും ആയിരിക്കുക, വീടും ചുറ്റുപാടും വളരെ വൃത്തിയായി സൂക്ഷിക്കുക, വ്യക്തിത്വ ശുചിത്വം പാലിക്കുക, അതുപോലെ വീട്ടിൽ ആവശ്യമായ സാനിറ്റൈസേഷൻ ശ്രദ്ധിക്കുക, നല്ല ചെക്കപ്പുകൾ പതിവാക്കുക, വർഷത്തിലൊരിക്കൽ അത്യാവശ്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക, പിന്നെ വാക്സിനേഷൻ അത് കൃത്യമായി അതിൻ്റെ ആരോഗ്യ വകുപ്പിലും നല്ല ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശമുള്ള വാക്സിനേഷനുകളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. പിന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ രീതികൾ ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിലെങ്കിലും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവുള്ളവർ അപകടം പ്രതീക്ഷിക്കേണ്ടതാണ്. അതിൽ കൂടുതലുള്ളത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ആഴ്ചയിൽ ഒരു തവണ എങ്കിലും പുറത്തു നിന്നുള്ള പ്രത്യേകിച്ചുള്ള ഫാസ്റ്റ് ഫുഡുകളൊക്കെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ കഴിക്കുന്നത് അപകടമാണ്. ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ഫാസ്റ്റ് ഫുഡുകൾ ശരീരത്തിന് താങ്ങാൻ കഴിയുള്ളൂ. അതിൽ കൂടുതലായാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ആൽക്കഹോള്, മദ്യം, പുകവലി, അതുപോലെയുള്ള ഏർപ്പാടുകൾ ഇതെല്ലാം കുടുംബത്തിന് ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊന്നാണ് ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിക്കുക. ഉറക്കം, കൃത്യമായി ഉറക്കം കിട്ടുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്ക് ആവശ്യമുള്ളതാണ് പൊതുവെ. അത് രാത്രി ഉറക്കം തന്നെയാണ് ലഭിക്കേണ്ടത്. പകലുറക്കം വലിയ ഗുണം ചെയ്യുന്നതല്ല. രാത്രി ഉറക്കം കഴിയുന്നത് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നതാണ് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടാകാൻ നല്ലത്. മൊത്തത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് എല്ലാറ്റിനോടും ഒരു ഗുണകരമായ മനോഭാവത്തോടെ അഭിമുഖീകരിക്കുക. എപ്പോഴും നല്ല നല്ല അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. അത് പരസ്പരം വളർത്താൻ ഉപകരിക്കും. മറ്റൊന്നാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള നല്ല അവയർനെസ് പ്രോഗ്രാമുകൾ പങ്കെടുക്കുക, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. അത്തരം വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കുടുംബ ജീവിതം ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ കഴിയും. ഇന്ന് പ്രധാനപ്പെട്ട ഈ ഒരു ഏരിയ മാത്രം പരാമർശിച്ച് നിങ്ങൾക്ക് ഷെയറിങ്ങിന് വേണ്ടിയുള്ള വേദി തുറക്കുന്നു. എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു.
ഇവിടെ റെക്കോർഡിംഗ് ഇവിടെ അവസാനിക്കും.